അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ദുറൂസുൽ ഇസ്ലാം എന്ന കിതാബിൻ്റെ വിഷയ അവതരണവും അതിൻ്റെ തദ്രീബാത്തുകളുമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലണം. ബിസ്മിയും ഹംദും സ്വലാത്തും എല്ലാ പാഠങ്ങളിലും പറയൽ പ്രത്യേകം അവരുടെ ഇൽമ് അധികരിക്കാൻ വേണ്ടി ഒരു കാരണമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ അനാമ അൽ ഈമാന വൽ ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈറിൽ അനാം വഅല ആലിഹി വഅസ്ഹാബിഹി അൽഅലാം. അമ്മാ ബഅദ്. الدرس الأول أوحى ربك إلى النحل. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. പാഠം ശ്രദ്ധിക്കുന്നതിന് മുമ്പ് കുട്ടികൾ നമ്മളുടെ വീടിൻ്റെ പരിസര ഭാഗങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുന്നുപ്രദേശങ്ങളിലും മരങ്ങളിലെല്ലാം നിൽക്കുന്ന തേനീച്ചയെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. തേനീച്ച എല്ലാ കുട്ടികളും കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അറിയാം തേനീച്ച. അതെങ്ങാനും ഒന്ന് നമ്മളുടെ ശരീരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം വലിയ തടിയുള്ള ശരീരമാവും അല്ലേ? അതുകൊണ്ട് തേനീച്ചയുടെ സംഗതി വളരെ ഗൗരവത്തോടു കൂടെയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തേനീച്ച അതിൽ നിന്ന് ഉണ്ടാക്കുന്നതായ തേന് ജനങ്ങൾ കുടിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് തേനീച്ച തേൻ ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് വീട് നിർമ്മിക്കുന്നത്? അതിൻ്റെ വീടിൻ്റെ രൂപങ്ങളൊക്കെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ പാഠത്തിലൊന്ന് ശ്രദ്ധിക്കുക, അതോടുകൂടി നമുക്ക് പറയാം. നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ നല്ല മധുരമാണ്. തേൻ എവിടെ നിന്ന് ലഭിക്കുന്നു? തേനീച്ച കൂട്ടിൽ നിന്നല്ലേ? അപ്പം തേൻ കുടിച്ചവരാണ് നമ്മൾ. അത് നല്ല മധുരമുള്ളതല്ലേ? അത് ലഭിക്കുന്നത് തേൻ കൂട്ടിൽ നിന്നാണ്. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. സാധാരണ ജീവികളെപ്പോലെയല്ല. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന ഔഷധ ഗുണമുള്ളതായ തേൻ അതുണ്ടാക്കുന്നു. ഒരുപാട് പൂച്ചെടികളുണ്ടാവും. ആ പൂക്കളിൻ്റെ നടുഭാഗം മധ്യത്തിൽ നിന്ന് വരുന്നതായ നീരുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് തേനുണ്ടാക്കുകയാണ്. അത് ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ഔഷധമായിട്ട് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു പണിയാണ് എന്തെടുക്കുന്നത്? തേനീച്ച എടുക്കുന്ന പണിയായത്. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. കൂട് കണ്ടില്ലേ നിങ്ങൾ? കൂടൊക്കെയും ഇപ്പം ഇവിടെ കാണിക്കാനുള്ള സൗകര്യം കുറവാണ്. ഏതായാലും തേൻ കൂടുകൾ നമ്മൾ കണ്ടവരാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ അതും കാണാവുന്നതാണ്. ഏറ്റവും മെച്ചപ്പെട്ടതായ മെഴുക് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. അതിങ്ങനെ വലയുടെ രൂപത്തിലായിട്ട് അറകളുണ്ടാക്കുകയും ആ അറകളിലാണ് തേൻ സ്റ്റോക്ക് ചെയ്യുന്നത്. വിദഗ്ധരായ എൻജിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണമാണ്. എൻജിനീയർമാർ അവർ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ടോ അല്ലേ? അവരെത്രത്തോളം പഠിച്ചിട്ട് ഗവേഷണം ചെയ്തിട്ട് എത്രയോ വർഷങ്ങൾ പഠിച്ചതിനു ശേഷമാണ് അവർക്കത് ആ ഒരു വിഷയം പഠിക്കാൻ കഴിയുന്നത്. തേനീച്ച എന്നുള്ള ചെറിയൊരു ജീവി, അതിൻ്റെ നിർമ്മാണം വളരെ അത്ഭുതമാണ്. അപ്പം അതിൻ്റെ ബുദ്ധി എത്ര വിശാലത ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ? തേനീച്ചക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. അതിൻ്റെ ഒരു കഴിവാണത്. എന്ത് കഴിവ്? തേനീച്ച ഒരു നാട്ടിൽ നിന്ന് പിന്നൊരു നാട്ടിലേക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കും. റോഡിലൂടെ അല്ല സഞ്ചരിക്കുന്നത്, മുകളിലെ അന്തരീക്ഷത്തിലാണ് സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ പൂക്കൾ എപ്പോഴാണ് വിടരുന്നത്, ഏത് സമയത്താണ് വിടരുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരമില്ലേ ഈ തേനീച്ചക്കറിയാം. അവയുടെ കൂട് മികച്ച ഒരു ഭരണകൂടമാണ്.
കൂടുണ്ടല്ലേ, വലിയൊരു ഭരണകൂടം പോലെ. ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരാളുണ്ടാവും, ഒരുപാട് അനുയായികളുണ്ടാവും. ആ രീതിയിലാണ് കൂടുണ്ടാവുക. അതെങ്ങനെ? നേതാവും അതേപോലെ തന്നെ അനുയായികളുണ്ടാവും. നമ്മളെ നാടൻ ഭാഷയിൽ റാണി രാജ എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു തേനീച്ചയുണ്ട്, മെയിൻ ലീഡർ. പിന്നെ ഒരുപാട് അനുയായികളുണ്ടാവും. പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുകയാണ് തേനീച്ച. ഈ കൊച്ചു ജീവിക്ക് ഈ കഴിവെല്ലാം ആര് നൽകി? ഈ ചെറിയൊരു ജീവിക്ക് ഇത്ര കഴിവ് കൊടുത്തില്ലേ? ആരാ കൊടുത്തത്? അതാണ് വിഷയം. അല്ലാഹു തആലയാണത് നൽകിയത്. അല്ലാഹു തആല പറയുന്നു, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചക്ക് സന്ദേശം നൽകി, നീ മല മുകളിൽ കൂടുണ്ടാക്കുക, മരങ്ങളിലും അവർ നിർമ്മിക്കുന്നതിലും കൂടുകെട്ടുക, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക, നിന്റെ നാഥൻ നിനക്ക് കീഴ്പ്പെടുത്തിത്തന്ന വഴിയിൽ നീ സഞ്ചരിക്കുക, തേനീച്ചയുടെ വയറ്റിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുന്നു. അപ്പോൾ അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് തേനീച്ചയെക്കുറിച്ചിട്ട്. അങ്ങയുടെ രക്ഷിതാവ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ഉപദേശം കൊടുത്തു, നിങ്ങൾ മലയുടെ മുകളിൽ പോയിട്ട് കൂടെല്ലാം ഉണ്ടാക്കണം, മരങ്ങളിലും കൂടുണ്ടാക്കണം, അതേപോലെ തന്നെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്, പൂക്കളിൽ നിന്ന് നീരുകൾ സ്വീകരിക്കാവുന്നതാണ്, അതേപോലെ തന്നെ നിൻ്റെ നാഥൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നതായ വഴിയിൽ എന്താക്കണം? സഞ്ചരിക്കണോ. അതിൻ്റെ വയറ്റിൽ നിന്ന് വരുന്നതായ പാനീയമാണ് തേന് എന്നുള്ളത്. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. അതൊരു വിഷയമാണ്. ജനങ്ങൾക്ക് അതിൽ നല്ല ശമനമുണ്ട്, രോഗത്തിന് ശിഫയുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടോ? ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇതാണ് ദുറൂസുൽ ഇസ്ലാമിൻ്റെ ആദ്യത്തെ പാഠത്തിൻ്റെ 2 പാരാഗ്രാഫുകൾ. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിഷയങ്ങൾ പറയുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ തേനീച്ചയെക്കുറിച്ചിട്ടുള്ളതായ ഈ ഒരു പാഠം നല്ല രീതിയിൽ കൂടുതൽ സമയം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ തേനീച്ചയെക്കുറിച്ചിട്ട് വീണ്ടും പറയുകയാണ്. തേനീച്ചയെപ്പോലെ ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട് അല്ലേ? തേനീച്ച പോലത്തെ മറ്റു എത്ര ഈച്ചകളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, ഉറുമ്പുകളുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ജീവികളുണ്ട്. അതുമല്ലാതെ കടലിലും കരയിലും അന്തരീക്ഷത്തിലും വസിക്കുന്ന എത്ര ജീവികളുണ്ട്. കടൽ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ, മീനുകൾ പലതരത്തിലുമുണ്ട്. കരയിലുള്ളതായ തവളകൾ, മറ്റു വന്യജീവികളുണ്ട് അല്ലേ? ആടുമാട് ഒട്ടകങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, കാട്ടിലെ സിംഹങ്ങളുണ്ട്, അന്തരീക്ഷത്തിലും വസിക്കുന്നവയുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിൻ്റെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പക്ഷികൾ, പറവകളുണ്ട്. ഇവയെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു തആലയാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എന്നിവയിലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം അവനാണ് പഠിച്ചത്. രാത്രി സമയത്തൊന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാം, ഒരുപാട് നക്ഷത്രങ്ങളെ കാണാം. ഇതെല്ലാം സൃഷ്ടിച്ചത് അള്ളയാണ്. പകൽ സമയത്ത് സൂര്യൻ കാണാം, നല്ല വെളിച്ചം തരികയാണ്. അതുകൊണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്, യാത്ര പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ആ ഒരു വെളിച്ചം കൊണ്ട്. ഇത് ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അല്ലാഹു തആല എല്ലാം നിലക്കും ഏകനാണ്. അള്ളാഹു ഒരുവനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. എല്ലാ ജനങ്ങളും അള്ളാഹിനോടാണ് ചോദിക്കുക. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുന്നതും അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. നമുക്ക് ഇവിടെ ജന്മം നൽകിയത് അള്ളയാ. നമ്മളെ മരിപ്പിക്കുന്നതും അള്ള തന്നെ. അവൻ കൂട്ടുകാരനില്ല, അള്ളാഹ്ക്ക് ഫ്രണ്ട്സില്ല. നമുക്ക് ഫ്രണ്ട്സില്ലേ? അള്ളാഹ്ക്ക് ഫ്രണ്ട്ഷിപ്പില്ല. അവനെപ്പോലെ മറ്റൊന്നില്ല. അല്ലാഹു തആലാനെ പോലെ വേറെ ഒരാളും ഇല്ല. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവനക്ക് വേണ്ടിയാണ് നമ്മൾ എന്താക്കുന്നത്? നിസ്കാരങ്ങളെല്ലാം നിർവഹിക്കുന്നത്, നോമനുഷ്ഠിക്കുന്നത്. എൻ്റെ ഇങ്ങനെ അനുസരിക്കാൻ കാരണം, ആരാധിക്കാൻ കാരണം എന്താണ്? കാരണം അവനാണ് സൃഷ്ടാവ്. നമ്മളെ സൃഷ്ടിച്ചത് അള്ളയാണ്. അവനല്ലാതെ വേറൊരു സൃഷ്ടാവില്ല.
അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാത്തിനും അധികാരമുള്ളത് അള്ളാഹു മാത്രം. എല്ലാ സൃഷ്ടികളും അവൻ്റെ എല്ലാ സൃഷ്ടികളും അവൻ്റെ അധികാരത്തിലാണ്. എല്ലാ സൃഷ്ടികളുള്ളത് അള്ളാഹു താലയുടെ അധികാരത്തിലാണ്. അവനുദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അവനുദ്ദേശിച്ചാൽ മാത്രമേ ഇവിടെ സംഗതി നടക്കൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതെല്ലാവരും നല്ല രീതിയിൽ കാണാതെ എഴുതാനും വായിക്കാനും പഠിക്കണേ. എന്ന് പറയൂ. ഷഹാദത്ത് കലിമയാണിത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു തആലയല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. ഇതിൻ്റെ അർത്ഥമാണ് അഷ്ഹദു അല്ലാ ഇലാഹ. അപ്പോൾ ആരാധനക്ക് അർഹതയുള്ളത് അള്ളാഹ് മാത്രമാണ്. ഇനി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആലയുടെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ച് പറയുന്നു. മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹിൻ്റെ ദൂതരാണ് എന്ന് നമ്മൾ എന്താക്കുന്നുണ്ട്? മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. അല്ലാഹു അഹദ്, അള്ളാഹു തആല ഏകനാണ്, ഒരുവനാണ്. ഓക്കെ അല്ലേ? തദ്രീബാത്തൊന്ന് നോക്കൂ. നുഫക്കിർ വനജ്, ചിന്തിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യണം. ആകാശലോകത്തെ സൃഷ്ടികൾ: സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഗ്രഹങ്ങൾ, അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ 2 കരയിലെ ജീവികൾ: ആട്, മാട്, ഒട്ടകം, സിംഹം, പുലി, മാന്, ജിറാഫ, കുതിര, തവള, കോഴി, പൂച്ച. 3-ാമത്തെ ചോദ്യം: കടലിലെ ജീവികൾ: മത്സ്യം, ആമ, ഞണ്ട്, മുതല, ചെമ്മീന്, സ്റ്റാർ ഫിഷ്, സ്രാവ്, തിമിംഗിള, ചെമ്മീൻ. നസ്ൽ ഒനക്ര, ചേർത്തി വായിക്കുക. അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു തആല ആരാധനക്കർഹൻ. അല്ലാഹു തആല ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, സൃഷ്ടാവ്. ഇതൊക്കെയും നല്ല രീതിയിൽ എഴുതേണ്ടതാണ്. വനക്ര വനഫം, വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നഹ്ലത്തുൻ, തേനീച്ച. സമറത്തുൻ, ഫലം. ബൈത്തുൻ, കൂട്. ജബലുൻ, മല. ഷജറത്തുൻ, മരം. അസലുൻ, തേന്. ശിഫാവുൻ, ശമനം. ആയത്തുൻ, ദൃഷ്ടാന്തം. ഷറാബുൻ, പാനീയം. നഖ്ലത്തുൻ, ഈത്തപ്പന. വിദഗ്ധൻ, കഴിവുള്ളവൻ. വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആള്. അച്ചടക്കം, നിയമത്തിനനുസരിച്ച് ജീവിക്കൽ. ദൃഷ്ടാന്തം, തെളിവ്, പ്രൂഫ്. നിരാശ്രയൻ, മറ്റാരെയും ആശ്രയിക്കാത്തവൻ. ഇനി ചോദ്യോത്തരങ്ങളൊന്ന് നോക്കൂ. നുജീബ്: അള്ളാഹു തആല മാത്രമാണ് ആരാധനക്കർഹൻ. കാരണമെന്തേ? അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിക്കുന്നതും നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. 2 അള്ളാഹു തആലയുടെ 5 വിശേഷണങ്ങൾ എഴുതുക. അള്ളാഹു തആല എന്താണ്? ഏകനാണ്, കഴിവുള്ളവനാണ്, അതേപോലെ സൃഷ്ടാവ്, പിന്നെ എല്ലാം അറിയുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. 3-ാമത്തെ ചോദ്യം: നാം ചെയ്യുന്ന 5 ആരാധനകളുടെ പേര് എഴുതുക. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ദാനധർമ്മം. ഇവിടെ നുഇദു ഫിക്റത്തുൻ, തേനീച്ചയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതുക. നമ്മളുടെ കിതാബിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ 1-ാമത്തെ പേജിലുള്ള 2-ാം പാരഗ്രാഫ്. തേനീച്ച മുതൽ നിർമ്മാണം വരെ നമ്മൾ ക്ലിയറായിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഉറുമ്പുകളെ നിരീക്ഷിച്ച് A4 പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതുക. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് തേനീച്ചയെക്കുറിച്ചാണ്. ഇനി ഉറുമ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് എഴുതിയിട്ട് A4 ഷീറ്റിൽ ഉണ്ടാക്കണം. അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക, ഇവിടെ ഷഹാദത്ത് കലിമ നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്യുകയും അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.